Your favorite year? Year. Y-E-A-R, year. So far in our lives. So far in your life. Oh. Okay. 2011. മാരീഡ്. കല്യാണം കഴിച്ചു. ഓക്കെ. എന്തായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ മൈൻഡിലുണ്ടായിരുന്നത്? ഐ മീൻ നമ്മൾ ആഗ്രഹിച്ച ഒരാളെ കിട്ടിയെന്നോ, കാരണം അറേഞ്ച് മാരേജാണ്, നമുക്കത് മുന്നോട്ട് എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും, നിങ്ങൾ രണ്ടുപേരും രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, എന്തൊക്കെയായിരുന്നു അന്ന് മനസ്സിലുണ്ടായിരുന്നത് 2011? സോ ഞാനൊരു പ്ലാനറാണ്. അപ്പം നമുക്ക് പ്ലാനറുമാണ്. എൻ്റെ ലൈഫ് ഇതിന് മുന്നത്തുള്ള ഇപ്പം സോഷ്യൽ മീഡിയക്ക് അറിയാത്ത ലൈഫ് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെറു ഹാർഡ്ഷിപ്സ് ഒക്കെ ഉള്ളൊരു ലൈഫാണ്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് വരുന്നതുകൊണ്ട് ഞാനൊരു റിയലിസ്റ്റ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഇത് ആയിത്തീരും എന്നുള്ളൊരു ധാരണയൊന്നും ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം. ഇവിടും നല്ലപോലെ ജോലി ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം US-ലായിരിക്കും നമ്മുടെ ലോങ് ടേം സെറ്റിൽമെന്റ്, അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. ഇല്ല. അപ്പം എൻ്റെ ഒരു ധാരണ നമ്മൾ US വന്ന് MD ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോകുന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് രണ്ടുപേരുടെയും കുടുംബത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കുന്ന സമയത്ത്. എന്തായിരുന്നു ഐഡിയ? എനിക്ക് ഒരു സെറ്റായ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ രണ്ടുപേരും അത്ര യങ് അല്ലായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ. 28 രണ്ടുപേരും. അപ്പോൾ ഐ ഹാഡ് എ ലോങ് ലിസ്റ്റ് ഓഫ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ഉടനെ തന്നെ ഇറ്റ് ജസ്റ്റ് ക്ലിക്ക്ഡ്. അങ്ങനെ പിന്നെ വി ഗോട്ട് മാരീഡ് ആൻഡ് ഐ വുഡ് സേ എ ലോട്ട് ഓഫ് ഇറ്റ് ഹാസ് ബീൻ ലക്ക് ടു ഫൈൻഡ് ആ ഒരു വൈബിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളെ കിട്ടുക എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ നാട്ടിൽ ഒത്തിരി നിൽക്കാത്തതുകൊണ്ട് എനിക്ക് പക്ക നാടനായിട്ടുള്ള ഒരാളുമായിട്ട് ഞാൻ ചോദിച്ചു പോകത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി കല്യാണം ആലോചിച്ചപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അതൊരു കൺസേൺ ആയിരുന്നു. അത് അങ്ങനെ ഒരു വൈബ് ആയിരിക്കുമോ, അത് പക്ക നാടനായിരിക്കുമോ, അപ്പോൾ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലായിട്ട് യോജിച്ച് പോകത്തില്ല, അങ്ങനെ ഒരു ഇത്. പക്ഷേ ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അവളെൻ്റെ ഫേസ്ബുക്കിൽ കയറി സ്റ്റോക്ക് ചെയ്തു. കല്യാണം ആലോചിച്ചപ്പോൾ ജെനി പെൻറ്റക്കോസ്റ്റലാണ്. സോ ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ നോ ദാറ്റ് ഓർ നോട്ട്. അപ്പോൾ ഈ പെൻറ്റക്കോസ്റ്റൽ ഞങ്ങൾ വേറെ സഭയാണ്, ഞങ്ങൾ ജേക്കബൈറ്റ്സ് ആണ്. അപ്പോൾ ഈ പെൻറ്റക്കോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുമോ പക്ക മറ്റേ സംഭവങ്ങളായിരിക്കുമോ, ഓർത്തഡോക്സ് ആയിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ടെനിയുടെ പ്രൊഫൈലിൽ ആക്ച്വലി അധികം ഒന്നും ടെനിയെ പറ്റി എഴുതിയിട്ടില്ല, മിണ്ടി. അത് ഇവൻ്റെ പേര് ഞാൻ ഫേസ്ബുക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ പുള്ളിനെ കിട്ടി. അതിന് എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സിന് 2പേരെയും പ്രൊഫൈൽ എടുത്തു നോക്കി. അവർ നോക്കിയപ്പോൾ മറ്റേ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ട് കാണിച്ചുള്ള സാരീസാ. അപ്പം ഞാൻ പറഞ്ഞു ഇത് സെറ്റാ, ഇത് അപ്പനോട് ഞാൻ പറഞ്ഞു ഇത് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. ശരിക്കും അപ്പം ജിയയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഭയങ്കര അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് ഡ്രസ്സപ്പ് ചെയ്യണം എന്നൊരാളുണ്ടായിരുന്നു. അതിനെ ടെനി പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്തത്. ഇവള് ഡ്രസ്സപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഐ വോണ്ട് ഫീൽ അട്രാക്റ്റഡ് ടു ഹർ. അപ്പോൾ അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇവളെ എന്തെടുക്കുമ്പോഴും ക്ലോത്ത്സ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ നല്ലതായിരിക്കും, ട്രൈ ഇറ്റ് ഔട്ട്. അപ്പം ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇട്ടാൽ ആൾക്കാർ എന്താ പറയുന്നുള്ള തോട്ട് ഇവർക്ക് പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പം മച്ച് ലെസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിനക്ക് ഇത് ഇടുമ്പോൾ നിന്നെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ജസ്റ്റ്. തുടക്കം തന്നെ നമ്മൾ ലെസ്റ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സെക്സിനെ പറ്റിയിട്ടോ ഓപ്പണായിട്ട് സംസാരിച്ചാൽ, ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് വെച്ചാൽ അത്രയൊന്നും പ്രോഗ്രസീവ് ആയിട്ടില്ല, പ്രത്യേകിച്ച് മലയാള സമൂഹം. അന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നല്ലോ അന്നോട്ടെ. ആ ഐഡിയ എങ്ങനെ വന്നത്? അതായത് ഇപ്പം ഒരു പെൺകുട്ടി അതെങ്ങനെ എടുക്കും, അങ്ങനത്തെ തോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല? അങ്ങനത്തെ തോട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പണായിട്ട് അതിപ്പം നമ്മളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നാവിഗേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എനിക്കുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാനത് റിയാക്ട് ചെയ്യുന്ന പറയുന്ന സമയത്ത് ഇവക്കത് ഞാൻ ഉദ്ദേശിച്ച സെൻസിൽ എടുത്തില്ല എങ്കിൽ then I have to be able to navigate it. അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടാവണം. അതുകൊണ്ടുള്ള വിശ്വാസമുള്ളതുകൊണ്ട് നമ്മളത് രസമായിട്ടാണോ ഇദ്ദേഹം ലെസ്റ്റിനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ആരെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ലസ്റ്റ് എന്നല്ലേ ഉദ്ദേശിച്ചത്? അത് പ്രസന്റ് ചെയ്യാനൊരു എസ്തെറ്റിക്സ് വേണം. ആക്ച്വലി ഇത് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്തൊന്നും അല്ല. ഇറ്റ് ജസ്റ്റ് ഫ്ലോസ്. നമ്മുടെ രണ്ടുപേരുടെയും പേഴ്സണാലിറ്റീസ് ആയിട്ട് അങ്ങ് ചിലപ്പോൾ ഞാൻ ഓബ്വിയസ്ലി എൻ്റെ ബ്രിങ്ങിങ് അപ്പ് വാസ് എ ലിറ്റിൽ മോർ ഓർത്തഡോക്സ്. അപ്പോൾ അങ്ങനെ ഓപ്പണായി സംസാരിക്കും, അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരൻസ് എന്താണോ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. പക്ഷെ ടെനിയുടെ കൂടെ കൂടിയപ്പോൾ എനിക്ക് തോന്നുന്നു എന്നിലുള്ള ചിലപ്പോൾ ആ പേഴ്സണാലിറ്റി വെളിയിൽ വന്നതായിരിക്കും. അത് അപ്പൊ പിന്നെ ഓപ്പൺലി the way we are open with each other and the way we like to do things with each other, അതങ്ങനെ അങ്ങ് വെളിയിട്ട് വന്നു. പ്ലാൻഡ് ഒരു പരിപാടി ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മൾ ഇവോൾവ് ചെയ്യുമല്ലോ. ഇപ്പം എൻ്റെ പാർട്ട്ണർ എൻ്റെ കാര്യങ്ങൾ ഇഷ്ടമാണ് എന്ന് ഞാനും അവളും ഒരുമിച്ച് ആലോചിക്കുമ്പോൾ അത് ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ അതിൽ. ഓക്കെ. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ ഒരു ചോദ്യം, ഡെഫിനിഷൻ ഓഫ് എ ലൈഫ് പാർട്ട്ണർ.
Definition of a life partner. ഒരു 1 സെന്റൻസിൽ എഴുതിക്കോ. Someone who lets you be who you are. ആണോ? യെസ്. ഓക്കെ, സെറ്റ്. Yeah. നൈസ്. അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. ക്രൂ പറയൂ, എത്ര മാർക്ക് കൊടുക്കുക? 6 പോയി. തെറ്റിച്ചില്ലേ? 6 പോയി. ചോറില്ലടാ. എന്നാലും ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, ഇത്രയും അതായത് യൂട്യൂബിൽ ഇതുവരെ കാണാത്ത കേൾക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലോ, അത് ഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൺഗ്രാജുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. താങ്ക് യു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചോറും കറിയും ഞങ്ങൾക്ക്. അമേരിക്കൻ ജീവിതവും മലയാളി ജീവിതവും തമ്മിൽ എന്തൊക്കെയായിരുന്നു വ്യത്യാസം? എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഒരുപാട് എക്സ്ട്രീമാ, രണ്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അവിടുത്തെ ഏറ്റവും എനിക്കിഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന്, പരസ്പരമുള്ള റെസ്പെക്റ്റ്. ഇപ്പം ഞാൻ വിഷ്ണുവിനെ കണ്ട് സംസാരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ പൈസ ഉണ്ടോ, വിഷ്ണു എഡ്യൂക്കേറ്റഡ് ആണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾ എന്നെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മാക്സിമം റെസ്പെക്ട് തന്നാണ് സംസാരിക്കുന്നത്. അത് അവിടെ പൊതുവേ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരാളെ റെസ്പെക്ട് ചെയ്യുന്നത് ഒന്നുകിൽ അയാളുടെ സമൂഹത്തിലെ സ്ഥാനം അല്ലെങ്കിൽ അയാളുടെ പൈസ ഒക്കെ നോക്കിയിട്ടായിരിക്കും ഇവിടെ നമ്മൾ റെസ്പെക്ട് പൊതുവേ കൊടുക്കാറ്. അവിടെ അങ്ങനെയില്ല. അവിടെ യു ആർ ഓൾ കൈൻഡ് ഓഫ് ദ സെയിം ഡീൽ ഫോർ ദ മോസ്റ്റ് പാർട്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിനക്ക് നിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. നീ തുണി ഉടുത്ത് നടക്കുവോ ഉടുക്കാതെ നടക്കുവോ, ഇഫ് യു ആർ ഇൻ യുവർ സ്പേസ്, ഇഫ് യു ആർ നോട്ട് ഒഫെൻഡിങ് മീ, ഐ ഡോണ്ട് കെയർ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ നിക്കറിട്ട് കഴിഞ്ഞാൽ എന്നെ അതിട്ടു ഇതിട്ടു. സോ അങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറയാനൊരു ടെൻഡൻസി ഇവിടെ ഉണ്ട്. അത് രണ്ടുമാണ് കേരളം വ്യത്യാസം. Obviously freedom അവിടെ നമുക്ക് ഒബ്വിയസ്ലി ഉണ്ട്. യുനോ ആസ് എ വുമൻ, എനിക്കിപ്പോൾ രാത്രി, ഞാനിപ്പോൾ ടെനി ഒരു 1-2 മാസം മുന്നേ ഹി വാസ് ഔട്ട് ഓഫ് ടൗൺ. സോ എനിക്ക് എൻ്റെ പിള്ളേരെ കൊണ്ട് രാത്രി ഒരു മൂവിക്ക് പോകണമെങ്കിൽ ഐ ക്യാൻ സ്റ്റിൽ ഡു ദാറ്റ്. യുനോ ആ ഒരു സേഫ്റ്റി ഉണ്ട്. അന്നേരം ഞാൻ പോയിട്ട്, അല്ലെങ്കിൽ ഹി ഡസൻ ഹാവ് ടു വറി ദാറ്റ് ഓക്കെ അവൾ തിരിച്ചെത്തിയോ, അവൾ മൂവിയിൽ പോയോ, സേഫ് ആണോ തോന്നും. ആ ഒരു ഫ്രീഡം ഡെഫിനറ്റ്ലി ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ഉടുപ്പിടാം, എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് വെയർ ചെയ്യാം. അന്നേരം ആൾക്കാരെ, എനിക്ക് നാട്ടിലത്തെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളിങ്ങനെ തുറപ്പിച്ച് നോക്കും. ദേ സ്റ്റെയർ യു ഡൗൺ. അത് ആ നോട്ടത്തിൽ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും എന്നുള്ളത്. അതവിടെ ഇല്ല. പീപ്പിൾ ഡോണ്ട് കെയർ. എവ്രിബഡി അവർക്ക് ഇഷ്ടമുള്ളതായിട്ട് എല്ലാവരും അവരവരുടെ ലൈഫ് ജീവിച്ചു പോകുന്നു. അത് ഐ ആബ്സല്യൂട്ട്ലി അഡ്മയർ അബൌട്ട് ദാറ്റ് കൺട്രി. ഇപ്പം വളരെയധികം തമാശ പറയുന്ന, കാണാൻ സുന്ദരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവർക്ക് ഭയങ്കരമായിട്ടൊരു ഫീമെയിൽ ഫോളോയിങ് ഉണ്ടാവും. ഞാൻ പറയുന്നത് സെലിബ്രിറ്റി ആവണ്ട, അവരൊരു സാധാരണ മനുഷ്യനായാൽ മതി. പിന്നെ ടെനിയെ പോലെ വിദ്യാഭ്യാസ സമ്പന്നൻ കൂടി ആകുമ്പോൾ അത് കൂടുമല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ഈ പൊസസീവ്നെസ് സാധനം തോന്നിയിട്ടുണ്ടോ? പൊസസീവ്നെസ് ഉണ്ട്. ഞാൻ പൊസസീവ് അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ എനിക്ക് വരുന്ന പോലെ തന്നെ മെസ്സേജസ് എനിക്കും വരുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് സന്തോഷമുള്ളൂ. as long as you know where to draw the line, I think it's fine. ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങൾ കൊള്ളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഫോറിനേഴ്സ് വന്ന് പറയാറുള്ളത് നമ്മുടെ ഡ്രസ്സിങ് സെൻസിനെ കുറിച്ചാണ്. നമ്മൾ ഒരുമിച്ച് പാർട്ടീസിനൊക്കെ ഡ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് ആൾക്കാർ ഇത് പറയാറുണ്ട്. പക്ഷെ അവർ നമ്മുടെ കണ്ടന്റ് കാണാറില്ല. നല്ല മലയാളം ആയതുകൊണ്ട് they don't know that we are a thing in Instagram already. പിന്നെ നമ്മുടെ ജോലിയിലും ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കാറോ ശ്രമിക്കാറൊന്നുമില്ല. കാരണം പേഷ്യൻസ് വന്ന് ഞാൻ നിങ്ങളുടെ നിക്കർ കണ്ടു, ഷട്ടി കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു അലമ്പ സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ളത് എൻ്റെ പേഷ്യൻസിനോ ജോലിക്കാർക്കൊക്കെ അധികം അറിയത്തില്ല.